എൻ്റെ പുറകിൽ കാണുന്ന ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലരും കണ്ടിട്ടുണ്ടാവും. ലോകത്തിൽ തന്നെ വലിപ്പം കൊണ്ട് 3-ാം സ്ഥാനത്തുള്ള ഒരു ചേരിയാണ്. ധാരാവിക്ക് നമ്മൾ കാണുന്ന ഈ മുഖമല്ലാതെ ധാരാവിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. എനിക്ക് അന്ന് വരെ അറിയാവുന്ന ഒരു ധാരാവി എന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ച ക്രിമിനലുകളുടെ, തൊഴിലില്ലായ്മയുടെ, ചുവന്ന തെരുവുകളുടെ ധാരാവിയാണ്. ധാരാവിയിൽ 5000 ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 15000 ഒറ്റമുറി ഫാക്ടറികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വർഷം കൊണ്ട് ധാരാവി നടത്തുന്ന കച്ചവടം $650 മില്യൺ എന്ന് പറഞ്ഞാൽ 48,100 കോടി ഇന്ത്യൻ രൂപയുടെ കച്ചവടം ചെയ്യുന്ന, വ്യവസായം ചെയ്യുന്ന സ്ഥലമാണ് ധാരാവി. ധാരാവിയിൽ ബോംബെ നഗരത്തിലുണ്ടാകുന്ന വേസ്റ്റിൻ്റെ 80% റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അത് മുഴുവൻ ചെയ്യുന്നത് ധാരാവിലാണ്. നമ്മുടെ ഖരമാലിന്യങ്ങളെല്ലാം തന്നെ, ഭക്ഷണ മാലിന്യങ്ങൾ ഒഴികെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ സകലമാന സാധനങ്ങളും റീസൈക്കിൾ ചെയ്ത് ഫൈൻ പ്ലാസ്റ്റിക് ഗ്രാനുൾസുകളായിട്ട് മാറ്റുന്ന ഇടമാണ് ധാരാവി. പിന്നെ ലോകത്തിൽ പല രാജ്യങ്ങളിലേക്കും, അമേരിക്കയിലേക്കും ഏഷ്യയിലെ സമ്പന്ന രാജ്യങ്ങളിലേക്കും UK-യിലുമൊക്കെ കയറ്റി അയക്കുന്ന വില കൂടിയ ലെതർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ധാരാവി. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ക്വാളിറ്റിയുള്ള, ലോകത്തെ ഏത് ബ്രാൻഡിനോടും കിട പിടിക്കുന്ന തരത്തിലുള്ള തുണിത്തരങ്ങൾ ഉണ്ടാക്കി അയക്കുന്ന സ്ഥലമാണ് ധാരാവി. ധാരാവി എന്ന് പറയുന്ന ആ ചേരിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ, അവിടെ ഉള്ള ലെയ്ത്തുകൾ, ആ സ്ഥാപനങ്ങളിലെ ആൾക്കാർ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ, മുംബൈയിലെ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും അഴുക്കുചാലുകൾ നിറഞ്ഞ, വളരെ കഷ്ടപ്പെട്ട, മോശം അവസ്ഥയിൽ ജനങ്ങൾ ജീവിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരു ചേരിയിൽ നിന്ന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ കൈകൊണ്ടൊരു മെഴ്സിഡസ് ബെൻസ് കാർ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും സാർ, അല്ലെങ്കിൽ കഴിയും ബായ് എന്ന് പറഞ്ഞ ആത്മവിശ്വാസം ധാരാവിക്കുണ്ട്. നഗര മാലിന്യങ്ങൾ മുഴുവൻ അടിഞ്ഞു കൂടുന്ന ധാരാവിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മുംബൈയുടെ ജനസംഖ്യയുടെ 55% വരും. പക്ഷേ ധാരാവി എന്ന് പറയുന്നത് മൊത്തം മുംബൈയുടെ 6% വലിപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ ധാരാവി സമ്പാദിച്ചു കൂട്ടുന്ന, അധ്വാനിച്ചു കൂട്ടുന്ന ധനമെന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ്. ധാരാവിയിലെ ശരാശരി ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം 100 രൂപയാണ്. ആ 100 രൂപ ശമ്പളം കിട്ടുന്ന തൊഴിലാളിക്ക് 185 രൂപ മാസ വാടകയ്ക്ക് തല ചായ്ക്കാനുള്ള ഇടവും ധാരാവിൽ കിട്ടുന്നുണ്ട്. ധാരാവി എന്ന് പറയുന്നത് വെറും ഒരു ചേരിയല്ല, ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമാകാൻ എന്തുകൊണ്ടും യോഗ്യമായിട്ടുള്ള ഒരു ചേരി.